ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായമായ രാജയോഗത്തിലെ 29 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 30-ാമത്തെ ശ്ലോകം നോക്കാം. അഭിചേൽ സുദുരാചാരോ ഭജതേ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സാ. ദുരാചാര അഭി, ഏറ്റവും വലിയ ദുരാചാരിയായിരുന്നവൻ പോലും അനന്യഭാഗ്, അനന്യചിത്തനായി, മാം എന്നെ ഭജതേ ചേത് ഭജിക്കുന്നുവെങ്കിൽ സഹ അവൻ സാധുർ ഏവ സാധുവായി തന്നെ അഥവാ ശ്രേഷ്ഠനായി തന്നെ നല്ലവനായി തന്നെ മന്തവ്യ കരുതപ്പെടണം. ഹി എന്തെന്നാൽ അവൻ സമ്യക് വഴി പോലെ അഥവാ വേണ്ട വിധത്തിൽ നിശ്ചയത്തോടെ വ്യവസിത യത്നിക്കുന്നവനാകുന്നു. ഏറ്റവും വലിയ ദുരാചാരിയായിരുന്ന ഒരുവൻ പോലും അനന്യചിത്തനായി, അതായത് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഏകമനസ്സോടെ എന്നെ ഭജിക്കുന്നുവെങ്കിൽ അവനെ ശ്രേഷ്ഠനായി തന്നെ കരുതണം. എന്തുകൊണ്ടെന്നാൽ അവൻ നിശ്ചയദാർഢ്യത്തോടെ അവൻ്റെ തെറ്റുകളെ മനസ്സിലാക്കി അതിൽ പശ്ചാത്തപിച്ച് നേരായ മാർഗത്തിൽ ചരിക്കുവാൻ യത്നിക്കുന്നവനാണ്. ഒരുവൻ സദാചാരഹീനമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്നവനായാൽ പോലും അവൻ ആ തെറ്റുകൾ മനസ്സിലാക്കി അതിൽ പശ്ചാത്തപിച്ച് ഭക്തിപൂർവം എന്നെ ശരണം പ്രാപിച്ച് ഭജിക്കുന്നുവെങ്കിൽ അവനെ ശ്രേഷ്ഠനായി തന്നെ കരുതണം, നല്ലവനായി തന്നെ കരുതണം. എന്തുകൊണ്ടെന്നാൽ അവൻ ആത്മാർത്ഥമായി തൻ്റെ തെറ്റുകളിൽ പശ്ചാത്തപിച്ച് ശ്രേഷ്ഠമായ മാർഗത്തിലേക്ക് വരുവാൻ യത്നിക്കുന്നവനാണ്. ഒരു ചെറിയ തീപ്പൊരി വലിയ തടിക്കഷ്ണത്തെ ദഹിപ്പിക്കുന്നത് പോലെ അത്യല്പമായ ഭക്തി പോലും ക്രമേണ വികസിച്ച് എല്ലാ ദുർവിചാരങ്ങളെയും മനസ്സിൽ നിന്നും പുറന്തള്ളി എല്ലാ പാപങ്ങളെയും അകറ്റി ഒരുവനെ ശുദ്ധീകരിക്കുന്നു. ദുഷ്ടർക്കും അങ്ങയുടെ പൂജ ശുഭപ്രദം താൻ എന്ന് മേൽപ്പത്തൂർ പറഞ്ഞിട്ടുള്ളത് ഓർക്കുക. രത്നാകരൻ വാൽമീകി മഹർഷിയായി മാറിയത് നാം കണ്ടിട്ടുണ്ട്. മറ്റുള്ളവനെ ദ്രോഹിച്ചു കഴിഞ്ഞിരുന്ന രത്നാകരൻ തൻ്റെ തെറ്റുകളിൽ പശ്ചാത്തപിച്ച് ഈശ്വരമാർഗത്തിലേക്ക് തിരിഞ്ഞപ്പോൾ അദ്ദേഹം മഹർഷിവര്യനായി തീർന്നു. അബദ്ധസഞ്ചാരിണിയായ വാസവദത്ത ബുദ്ധഭിക്ഷുവായി മാറുന്ന കഥ കുമാരനാശാൻ പാടിയിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ദുഷിച്ച ജീവിതം നയിച്ച മഗ്ദലനയിലെ മറിയം ക്രിസ്തുദേവൻ്റെ വലിയ ഭക്തയായി മാറിയതും നമ്മൾ കേട്ടിട്ടുണ്ട്. ലൗകിക ജീവിതത്തിൽ പല പ്രലോഭനങ്ങളിൽപ്പെട്ടൊരു പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ വഴിതെറ്റിപ്പോയിട്ടുള്ളവരെ എക്കാലത്തേക്കും അത്തരത്തിൽ മുദ്ര കുത്തേണ്ടതില്ല. വീണ്ടും ഒരു ഘട്ടത്തിൽ അവർ ശരിയായ മാർഗത്തിൽ വന്നേക്കാം. അത്തരത്തിൽ വരുന്നവർ പലപ്പോഴും കൂടുതൽ ശ്രേഷ്ഠത ഉള്ളവരായി മാറാനും ഇടയുണ്ട്. കാരണം അവർക്ക് പശ്ചാത്താപ ബോധമുള്ളതുകൊണ്ട് അവർ കൂടുതൽ ഈ മാർഗത്തിലേക്ക് തിരിയുവാൻ ഇടയുണ്ട്. ഒരു വ്യക്തി
പതിതനായി പോയാലും ഉള്ളഴിഞ്ഞ് ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം ഭഗവാൻ അയാളെ വിശുദ്ധീകരിച്ച് മാപ്പ് കൊടുക്കുമെന്ന് ഭാഗവതം പറയുന്നു. ഭൗതികതയുടെ പ്രലോഭനം യോഗിവര്യന്മാരെ പോലും വഴിതെറ്റിക്കുന്ന വിധം ശക്തമാണ്. അപ്പോൾ സാധാരണ മനുഷ്യൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ? പക്ഷേ ആത്മാർത്ഥമായി തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി പശ്ചാത്തപിച്ച് തിരികെ വരുന്നവരെ ഭഗവാൻ ഒരിക്കലും കൈവെടിയുകയില്ല എന്ന് ഈ ശ്ലോകം പറയുന്നു. സാധുജന ഉചിതമായ മാർഗത്തിൽ നിന്ന് സന്ദർഭവശാൽ തെല്ലൊന്ന് കാൽവഴുതിപ്പോയി എന്ന് കരുതി തൻ്റെ ഭക്തൻ എന്നേക്കും നിന്ദ്യനായി മാറും എന്ന് ഭഗവാൻ കരുതുന്നില്ല. ബൈബിളിലെ മുടിയനായ പുത്രൻ്റെ കഥ നാം കേട്ടിട്ടുണ്ട്. എന്ന് കരുതി ഒരു ഭക്തന് ഏത് ഹീനകൃത്യവും ചെയ്യാമെന്ന് ആരും കരുതരുത്. യാദൃച്ഛികമായി സംഭവിക്കുന്ന മാർഗഭ്രംശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവർ ഭഗവാനെ അഭയം പ്രാപിക്കുന്നുവെങ്കിൽ അവരെ ശ്രേഷ്ഠരായി തന്നെ കാണണം എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നു. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.